കണ്ണൂർ പിണറായിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. വെണ്ടുട്ടായിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകളും വാതിലും നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ CPM എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രാഷ്ട്രീയ ആക്രമണങ്ങളും സംഘർഷങ്ങളും കണ്ണൂരിൽ പുത്തരിയല്ല. പിണറായി വെണ്ടുട്ടായിയിലെ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസാണ് ഇന്നലെ രാത്രിയിൽ അടിച്ചു തകർത്തത്. സംഭവത്തിന് പിന്നിൽ CPIM ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPIM ശക്തി കേന്ദ്രം. കോൺഗ്രസിന് നന്നേ ചെറിയ സ്വാധീനമുള്ള മേഖല. കണ്ണൂർ പിണറായി വെണ്ടുട്ടായി. പാർട്ടി നേതൃത്വത്തിന്റെ നിരന്തര പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് കോൺഗ്രസ് ഓഫീസ് നിർമ്മിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരനെ പങ്കെടുപ്പിച്ചാണ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്. ഇന്നലെ രാത്രി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി 11 മണിക്ക് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ സംഭവസ്ഥലത്തു നിന്നും പിരിഞ്ഞത്. അതിനുശേഷമാണ് ഓഫീസിനു നേരെ ആക്രമണം നടന്നത്. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ഓഫീസിന്റെ വാതിലിൽ തീയിട്ടു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ആകമാനം നശിപ്പിച്ചു. വൈദ്യുതി വിച്ഛേദിച്ചാണ് ആക്രമി സംഘം ആക്രമണം നടത്തിയത്. തൊട്ടടുത്ത് തന്നെ CPIM ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം തീരുമാനിച്ചപ്പോൾ തന്നെ സമാന്തരമായി CPM പ്രവർത്തകരും കൊടിതോരണങ്ങൾ കെട്ടി. പ്രകോപനത്തിനായാണ് CPIM പ്രവർത്തകർ ശ്രമിച്ചതെന്ന് കോൺഗ്രസ് ആരോപണം. ഓഫീസ് ആക്രമിച്ചതിലെ പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യവും വിളിച്ചു. തൊട്ടുപിന്നാലെ പ്രസംഗിച്ച KPCC പ്രസിഡന്റ് K സുധാകരന്റെ CPMനെതിരായ വെല്ലുവിളി. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, അന്തസ്സുള്ളൊരു രാഷ്ട്രീയ നേതാവിന്റെ മാന്യത കാണിക്കാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ആഫീസുകളൊക്കെ നിങ്ങളിത് പൊളിക്കാൻ നിങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും. CPM ധരിക്കുന്നത് നിങ്ങളിതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ? പൊളിച്ച് കാണണമെന്ന് CPMന് ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ പറയണോ? നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം. ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ആക്രമണവും വെല്ലുവിളിയും കൂടുതൽ പ്രകോപനമുണ്ടാക്കിയാൽ അത് തുടർ സംഘർഷത്തിലേക്ക് വഴിവെച്ചേക്കും. പോലീസിന്റെ അന്വേഷണവും ഫോറൻസിക്കിന്റെ പരിശോധനയുമെല്ലാം നടന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ CPIM ആണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന തെളിവുകളൊന്നും തന്നെ ആർക്കും ലഭിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി രാഷ്ട്രീയ ആക്രമണങ്ങൾ, രാഷ്ട്രീയ വെല്ലുവിളികൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രോശങ്ങളെല്ലാം പെരുകുമ്പോൾ അത് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭൂമിയായ കണ്ണൂരിൽ കൂടുതൽ പേടിപ്പെടുത്തുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് റുബൈഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.